ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വാർത്തകൾ. മാർഗനിർദ്ദേശവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മധൈര്യം വളരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ തയ്യാറെടുപ്പ് രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തണമെന്നും പരീക്ഷാ പേ ചർച്ചയിൽ പരാമർശം. പരീക്ഷകളെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി. ലോക്സഭയിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുള്ള കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് പ്രതീക്ഷയിൽ ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. മാർഗനിർദ്ദേശവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മധൈര്യം വളരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷകൾക്കുള്ള സ്വന്തം തയ്യാറെടുപ്പ് രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തുന്നതാണ് പ്രധാനമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. स्किल में भी 2 प्रकार के स्किल है. एक है लाइफ स्किल, दूसरा है प्रोफेशनल स्किल. स्किल की शुरुआत तो ज्ञान से ही होती है, तो उसका महत्व कम नहीं है. लाइफ स्किल उसमें कोई कॉम्प्रोमाइज नहीं है. 100% वो तो अचीव करना ही चाहिए. प्रोफेशनल स्किल जिस प्रोफेशन में इंटरेस्ट है इसमें लगातार नया करते जाना. അധ്യാപകർ, മാതാപിതാക്കൾ തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി കേൾക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കാതെ സ്വന്തം അനുഭവങ്ങൾ, ആത്മബോധം തുടങ്ങിയവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം അറിയിച്ചു. ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം മാധ്യമം മാത്രമാണെന്നും പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്നും പ്രധാനമന്ത്രി. हम जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है. और हम शिक्षा सही करते हैं, गलत करते हैं तो बार बार हम अपने एग्जाम करते हैं. तो ये जो एग्जाम है वो हमें अपने आप को एग्जामिन करने के लिए एग्जाम है. अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए. സമയം ക്രമീകരിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഏറെ നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ പ്രാധാന്യം അർഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. जीवन में अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी. अब जैसे मैं हूँ, इतने सारे काम होते हैं लेकिन मुझे टेंशन नहीं है क्योंकि मुझे बहुत पहले से ही एक प्रकार से समय का सही उपयोग करने की आदत बन गई. മാതാപിതാക്കൾ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തരുതെന്നും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. രാജ്യമെമ്പാടുമുള്ള 4.5 കോടിയിലധികം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിപാടി പ്രചോദനം നൽകി. തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി നിവേദിത സുജനി നായർ പരീക്ഷാ പേ ചർച്ചയുടെ അനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. Today's program of Pariksha Pe Charcha was very inspiring for me. In the program, our Honorable Prime Minister, Shri Narendra Modi, reminded us that exams are not a burden, but a celebration of learning. This perspective was truly changing the way we look at our studies. His emphasis on staying stress-free, being curious, and focusing on holistic growth rather than just marks gave us a new outlook. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. എന്നാൽ പ്രതിഷേധം തുടരുകയായിരുന്നു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ച വിഷയത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ശക്തമായി അപലപിച്ചു. അതീവ പ്രാധാന്യമുള്ള പ്രതിരോധ സുരക്ഷാ കാര്യങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ ഉപകരണങ്ങളായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു.
ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി രൂപീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരും നാഗാലാൻഡ് സർക്കാരും ഇന്ത്യൻ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷനും കരാറിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചത്. നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫിയോ റിയോയും സന്നിഹിതനായിരുന്നു. ചരിത്രപ്രധാന കരാറിൽ ഒപ്പുവച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര നിരീക്ഷകരായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 714 ജനറൽ നിരീക്ഷകന്മാർ, 233 പോലീസ് നിരീക്ഷകന്മാർ, 497 ചെലവ് നിരീക്ഷകർ ഉൾപ്പെടെ 1444 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ മലേഷ്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. The Indian economy continues on a steady improving trajectory, with real GDP poised to register significant higher growth of 7.4% this year as compared to the previous year. Amidst global headwinds, private consumption and fixed investment both supported growth. ഓൺലൈൻ പണമിടപാട് തട്ടിപ്പിൽ പണം നഷ്ടമായവർക്ക് 25,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് RBI ഗവർണർ അറിയിച്ചു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സിംബാബ്വേയിലെ ഹരാരയിൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ എത്തുന്നത്. സംസ്ഥാനത്ത് സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈറ്റ് റൈറ്റ് കേരള സേഫ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് എന്ന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും. 2 ദിവസത്തെ കശ്മീർ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ജമ്മുവിലെത്തിയത്. പ്രദേശത്തെ ക്രമസമാധാന സ്ഥിതി ഉൾപ്പെടെയുള്ള യോഗത്തിൽ വിലയിരുത്തും. കത്വ ജില്ലയിലെ ഹിരാനഗറിൽ അന്താരാഷ്ട്ര അതിർത്തി സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് പുതിയതായി നൽകിയ ഉപകരണങ്ങൾ പരിശോധിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ശ്രീനഗറിലേക്ക് നാളെ പോകുന്ന ശ്രീ അമിത്ഷാ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം ഹോളിയോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ റെയിൽവേ ഡിവിഷനുകളിൽ നിന്ന് റെക്കോർഡ് അളവിൽ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ 1410-ലധികം ഹോളി സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസത്തിലായിരിക്കും പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രധാനമായും നടത്തുക. മേഘാലയയിൽ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ താങ്സ്കോ മേഖലയിൽ അനധികൃത കൽക്കരി ഖനിയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 18 പേർ മരിച്ചതായി റിപ്പോർട്ട്. നിരവധി പേർ ഇപ്പോഴും ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഖനനത്തിനായി ഉപയോഗിച്ച ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാർഗനിർദ്ദേശവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മധൈര്യം വളരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ തയ്യാറെടുപ്പ് രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തണമെന്നും പരീക്ഷാ പേ ചർച്ചയിൽ പരാമർശം. പരീക്ഷകളെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി. ലോക്സഭയിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുള്ള കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് പ്രതീക്ഷയിൽ ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.